അഞ്ചാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഓണം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെയുള്ള ഓണം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ആദ്യം നമുക്ക് വരുന്നത് ഒരു കോൺവെർസേഷനാണ്. ജസ്റ്റർ റക്കൂൺ ഡസൻ വാണ്ട് ടു ഗോ ടു സ്കൂൾ. ജസ്റ്ററിന് സ്കൂളിലേക്ക് പോകണ്ടായിരുന്നു. ഹിസ് മദർ കമ്പൽസ് ഹിം. പക്ഷേ അമ്മ അവനെ നിർബന്ധിക്കുന്നുണ്ട്. ഹിയർ ഈസ് എ പാർട്ട് ഓഫ് ദ കോൺവെർസേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദം. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ആൻഡ് റോൾ പ്ലേ ഇറ്റ്. അപ്പോൾ എന്താണ് ഇവിടെ? ജസ്റ്റർ റക്കൂണിന് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല, പക്ഷെ അമ്മ നിർബന്ധിക്കുന്നുണ്ട്. അവർ തമ്മിൽ നടന്ന സംഭാഷണം പൂർത്തിയാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ജസ്റ്റർ അമ്മയോട് പറയാണ്, മാ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എനിക്ക് സ്കൂളിൽ പോകണ്ട. അപ്പോൾ അമ്മ എന്ത് പറഞ്ഞു? ഐ നോ എ വണ്ടർഫുൾ സീക്രറ്റ് ദാറ്റ് വിൽ മേക്ക് യു ഹാപ്പി. എനിക്ക് ഒരു അടിപൊളി സീക്രറ്റ് അറിയാം, ഒരു രഹസ്യം അറിയാം, അത് നിന്നെ ഹാപ്പി ആക്കുമെന്ന് പറഞ്ഞു. ജസ്റ്റർ ചോദിക്കുക, വാട്ട് കൈൻഡ് ഓഫ് സീക്രറ്റ്? എങ്ങനെയുള്ള സീക്രറ്റാണത്? അമ്മ പറഞ്ഞു, എ വെരി ഓൾഡ് സീക്രറ്റ്, വളരെ പഴക്കമുള്ള രഹസ്യമാണ്. ജസ്റ്റർ, ക്യാൻ യു ടെൽ മീ ദ സീക്രറ്റ്? എനിക്ക് ആ സീക്രറ്റ്, ആ രഹസ്യം എനിക്ക് പറഞ്ഞു തരാമോ? മദർ, ദ കിസ്സിങ് ഹാൻഡ്. സീക്രറ്റ് എന്താണ്? ദ കിസ്സിങ് ഹാൻഡ്. അപ്പോൾ ജസ്റ്റർ ചോദിക്കുക, വാട്ട്സ് ദാറ്റ്? എന്താണത്? മദർ, ഐ വിൽ ഷോ യു. ഞാൻ നിനക്ക് കാണിച്ചു തരാം. ജസ്റ്റർ, ഇറ്റ്സ് സോ വണ്ടർഫുൾ. ഇതാ നല്ല അടിപൊളിയാണല്ലോ എന്ന് പറയാണ്. അപ്പോൾ അമ്മ, താങ്ക് യു മൈ ഡിയർ, നന്ദിയുണ്ട് എൻ്റെ മോനെ. ഓക്കെ, ഈ ഒരു കോൺവെർസേഷൻ നമ്മളോട് എഴുതാനായിട്ട് ചോദിക്കും. നിങ്ങളെല്ലാവരും പഠിച്ചിരിക്കണം. ജസ്റ്ററും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഇതേ ഇൻസിഡൻ്റ് ആയിരിക്കണം എന്നില്ല, ഇതേ സന്ദർഭം തന്നെ ആയിരിക്കണം എന്നില്ല, പക്ഷേ കോൺവെർസേഷൻ എല്ലാ എക്സാമിനും ഷുവറായി ചോദിക്കുന്നതാണ്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ജസ്റ്റർ ആൻഡ് ഹിസ് മദർ വിസിറ്റ് ദ ഓഫീസ് ഓഫ് ദി സ്കൂൾ. ജസ്റ്ററും അവൻ്റെ അമ്മയും കൂടിയിട്ട് സ്കൂളിലെ ഓഫീസ് സന്ദർശിച്ചു. ജസ്റ്റർ ലുക്സ് അറൗണ്ട്. ജസ്റ്റർ ചുറ്റുമൊന്ന് നോക്കി. ഹിയർ ഈസ് വാട്ട് ഹി സീസ്. അവന് കണ്ടതെല്ലാം ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രൈബ് ഇറ്റ്. അത് നമ്മളോട് വിവരിച്ചെഴുതാനാണ്. പിക്ചർ ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു ചിത്രം തരും, ആ ചിത്രം നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യാൻ, വിവരിച്ച് എഴുതുവാനായിട്ട് പറയുന്നതാണ്. ഇത് എക്സാംസിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈ ഒരു പിക്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യാം. ഇത് സ്കൂളിൻ്റെ ഓഫീസാണ്. ഇവിടെ നിങ്ങൾക്ക് പ്രിൻസിപ്പൾ ഇരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഓഫീസിൽ മറ്റ് ആളുകളുണ്ട്, ടേബിളുണ്ട്, ഡോറ് കാണാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. ABC സ്കൂൾ എന്നാണ് സ്കൂളിൻ്റെ പേര്. The headmaster's office was not a place that I visited often. ഹെഡ്മാസ്റ്ററിൻ്റെ ഓഫീസ് ഞാൻ അധികം വിസിറ്റ് ചെയ്യാത്ത, അധികം സന്ദർശിക്കാത്ത ഒരിടമാണ്. ദ ഓഫീസ് റൂം വാസ് നീറ്റ് ആൻഡ് ടൈഡി. ഓഫീസ് റൂം എങ്ങനെയുള്ളതായിരുന്നു? വളരെ ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു. ഇറ്റ് വാസ് വെൽ അറേഞ്ച്ഡ്. എല്ലാം നല്ല രീതിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ദ വർ ഹെഡ് മാസ്റ്റർ ആസ് വെൽ ആസ് ദി ഓഫീസ് സ്റ്റാഫ്. അവിടെ ഹെഡ് മാസ്റ്ററും അതുപോലെ തന്നെ ഓഫീസിലെ സ്റ്റാഫുകളും ഉണ്ടായിരുന്നു. ദർ വാസ് എ ക്ലോക്ക് ആൻഡ് എ ഫാൻ ഇൻ ദി ഓഫീസ് റൂം. ഓഫീസ് റൂമിൽ ഒരു ക്ലോക്കും ഉണ്ട്, അതുപോലെ തന്നെ ഫാനും ഉണ്ട്. ആഫ്റ്റർ ഓൾ ഇറ്റ് വാസ് എ വെൽ ഫേർണിഷ്ഡ് റൂം. ഇതിനെല്ലാം ഉപരി ആ ഒരു റൂം എന്ന് പറയുന്നത് വെൽ ഫേർണിഷ്ഡ് ആണ്. എല്ലാ ഫർണിച്ചേഴ്സ് ലൈക്ക് ടേബിൾ, ചെയേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് ഫേർണിച്ചേഴ്സ് ഉണ്ടായിരുന്നു. ഐ ലൈക്ഡ് ഇറ്റ് വെരി മച്ച്. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ തേർഡ് ആക്ടിവിറ്റിയാണ്. തേർഡ് ആക്ടിവിറ്റി എഡിറ്റിംഗ് ആണ്. എഡിറ്റിംഗ് നിങ്ങൾക്കറിയാം, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുള്ളതാണ്. ഫിഫ്ത്തിലൊക്കെ എഡിറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള എഡിറ്റിംഗ് ആയിരിക്കും. നിങ്ങളൊന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. എഡിറ്റിംഗ് ഉള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഉത്തരം എഴുതാതെ 1-2 തവണ വായിച്ച് എന്താണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കി ഉത്തരം എഴുതുക. പിന്നെ മിസ്റ്റേക്ക് ഇവിടെ ചിലപ്പോൾ അണ്ടർലൈൻ ചെയ്തിട്ട് തരുന്നുണ്ടാവും, അല്ലെങ്കിൽ അതൊരു ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കാണാം, അതൊരു ബോൾഡ് ലെറ്റേഴ്സിലാണ് കൊടുത്തത്, കുറച്ച് കട്ടിയിലാണ് കൊടുത്തിട്ടുള്ളത്. ദ വാംത്ത് ഓഫ് ജസ്റ്റേഴ്സ് കിസ് filled her heart on special words. Cheater, love you. It sang. നമുക്കിവിടെ 4 വേർഡ്സാണ് മാറ്റേണ്ടതായിട്ട് വരുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് 4 മാർക്കിനും ചോദിക്കാം. അതുപോലെ തന്നെ ഓരോന്നും 1/2 മാർക്ക് വീതം 2 മാർക്കിനും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെ മാറ്റമാണ് നമ്മൾ വരുത്തേണ്ടത്? ആദ്യത്തെ എഡിറ്റിംഗ് നമ്മൾ ജസ്റ്റേഴ്സിലാണ് വരുത്തേണ്ടത്. ആൻസർ നമ്മൾ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൺ സ്പെഷ്യൽ എന്നുള്ളത് വിത്ത് സ്പെഷ്യൽ എന്നാക്കണം. ലവ് എന്നുള്ളത് ലവ്സ് എന്നാക്കണം. ഇറ്റ് എന്നുള്ളത് സ്മോൾ ലെറ്റർ ഇറ്റാക്കി മാറ്റണം. അവിടെ ക്യാപിറ്റൽ ലെറ്റർ ഐ ആണുള്ളത്, പക്ഷേ അത് സ്മോൾ ലെറ്റർ ആക്കി മാറ്റണം. ഇത്രയും മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടതായിട്ട് വരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, റീഡ് ദ ലൈൻ ഫ്രം ദ പോയം എ ഫ്രണ്ട്
ആൻഡ് പ്രിപ്പയർ എ നോട്ട് ഓഫ് അപ്രിസിയേഷൻ ഫോക്കസിങ് ഓൺ ദി തീം, ഇമേജ് ആൻഡ് അതർ പോയറ്റിക് ഡിവൈസസ്. ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു പോയം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, കവിത നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ ഒരു കവിതയുടെ ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തിൻ്റെ അപ്രിസിയേഷൻ, എന്താണ് അപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ്വാദനക്കുറിപ്പാണ്. അപ്രിസിയേഷൻ, എഡിറ്റിംഗ്, കോൺവേഴ്സേഷൻ, പോസ്റ്റേഴ്സ്, ഇതൊക്കെ എക്സാമിന് ഒരുപാട് തവണ ചോദിക്കുന്ന ആക്ടിവിറ്റീസാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏതൊരു പാഠമാണെങ്കിലും ആ പാഠത്തിൽ, ഇപ്പോൾ നിങ്ങൾക്ക് പോയത്തിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ പോയത്തിൻ്റെ അപ്രിസിയേഷൻ നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കണം. ഓക്കെ, എ ഫ്രണ്ട് എന്നുള്ള പോയത്തിൻ്റെ അപ്രിസിയേഷൻ പഠിക്കൽ നിർബന്ധമാണ്. നമ്മളോട് പറഞ്ഞത് ഈ ഒരു ഭാഗത്തിന്, നമുക്കിവിടെ കൊടുത്ത ഭാഗത്തിൻ്റെ അപ്രിസിയേഷൻ നമ്മൾ തയ്യാറാക്കണം. എന്തെല്ലാം കാര്യം നമ്മൾ അപ്രിസിയേഷനിൽ ഉൾപ്പെടുത്തണം? ഈ ഒരു കവിതയുടെ ആശയം എന്താണ്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജസ്, അതായത് വിഷ്വൽ ഇമേജ്, ഓഡിറ്ററി ഇമേജ്, അതുപോലെയുള്ള ഇമേജസ്, പിന്നെ പോയറ്റിക് ഡിവൈസസ്, റൈമിംഗ് സ്കീം, അതൊക്കെ നമ്മൾ നമ്മുടെ അപ്രിസിയേഷനിൽ ഉൾപ്പെടുത്തണം. കൊടുത്തിരിക്കുന്ന കവിത നോക്കൂ. എ ഫ്രണ്ട് ഈസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. ഹി കംസ് ബൈ ചാൻസ് ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്. Your praises he is quick to voice. No grievous fault or passing whim can make an enemy of him. And though your need be great or small, his strength is yours throughout it all. ഇതാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ള കവിതാഭാഗം. ഇനി നമുക്കിതിൻ്റെ അപ്രിസിയേഷൻ ഒന്ന് തയ്യാറാക്കി നോക്കാം. നമ്മൾ അപ്രിസിയേഷനിലേക്ക് പോവാണ്. എ ഫ്രണ്ട് ബൈ എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റ് ഇസ് ഹാർട്ട്ഫുൾ പോയം ദാറ്റ് ക്യാപ്ചേഴ്സ് ദ എസെൻസ് ഓഫ് ട്രൂ ഫ്രണ്ട്ഷിപ്പ്. എഡ്ഗർ ആൽബർട്ട് ഗസ്റ്റിൻ്റെ എ ഫ്രണ്ട് എന്ന കവിത യഥാർത്ഥ സൗഹൃദത്തിൻ്റെ സാരാംശം ഉൾക്കൊള്ളുന്ന ഒരു ഹൃദയസ്പർശിയായ കവിതയാണ്. സാരാംശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആശയം. എഡ്ഗർ ഗസ്റ്റ് ഓഫൻ റെഫേർഡ് ടു ആസ് ദ പീപ്പിൾസ് പോയറ്റ് വാസ് നോൺ ഫോർ എ സിമ്പിൾ, ഒപ്റ്റിമിസ്റ്റിക് ആൻഡ് ആക്സസിബിൾ പോയട്രി ദാറ്റ് റെസണേറ്റഡ് വിത്ത് എവറി ഡേ പീപ്പിൾ. ലളിതവും ശുഭാപ്തി വിശ്വാസവുമുള്ള സാധാരണ ആളുകളിൽ മാറ്റൊലി കൊള്ളുന്നതുമായ കവിത രചിച്ചതിലൂടെ എഡ്ഗർ ഗാസ്റ്റിനെ ജനകീയ കവി എന്ന് വിളിക്കപ്പെടുന്നു. മാറ്റൊലി കൊള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാറ്റം വരുത്തുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. എ ഫ്രണ്ട് എക്സംപ്ലിഫൈസ് ദീസ് ക്വാളിറ്റീസ്, സെലിബ്രേറ്റിംഗ് ദ വേർച്യൂസ് ഓഫ് ലോയാലിറ്റി, ട്രസ്റ്റ് ആൻഡ് സപ്പോർട്ട് ദാറ്റ് ഡിഫൈൻ എ ജെന്യുയിൻ ഫ്രണ്ട്. എ ഫ്രണ്ട് എന്ന കവിതയിലൂടെ ഒരു യഥാർത്ഥ സുഹൃത്തിനെ നിർവചിക്കുകയാണ് ചെയ്യുന്നത്. സൽപ്രവൃത്തികളായ ആത്മാർത്ഥത, വിശ്വാസം, പിന്തുണ എന്നീ ഗുണങ്ങളെ ഉദാഹരണ സഹിതം കവിതയിൽ പറയുന്നുണ്ട്. Moreover, the poem serves as a gentle reminder of the impact that good friend can have on one's life. മാത്രമല്ല, ഒരു നല്ല സുഹൃത്ത് ഒരാളുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ മൃദുലമായൊരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ കവിത. ഇറ്റ് എൻകറേജസ് റീഡേഴ്സ് ടു ചെറിഷ് ആൻഡ് നർച്ചർ ദിയർ ഫ്രണ്ട്ഷിപ്പ്, recognizing the profound role that friends play in providing comfort, joy and stability. ആശ്വാസവും സന്തോഷവും സ്ഥിരതയും നമുക്ക് നൽകുന്ന സുഹൃത്തുക്കൾ വഹിക്കുന്ന അഗാധമായ അവരുടെ ഒരു പങ്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ സൗഹൃദങ്ങളെ വിലമതിക്കാനും അതുപോലെ തന്നെ അതിനെ എൻകറേജ് ചെയ്യുക, പരിപോഷിക്കാനും ഇത് ഓരോ വായനക്കാരെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഇങ്ങനെ വേണം നമ്മൾ എ ഫ്രണ്ട് എന്ന് പറയുന്ന ഈ കവിതാഭാഗത്തിൻ്റെ അപ്രിസിയേഷൻ തയ്യാറാക്കുവാൻ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ. നിങ്ങൾ ഈ ചോദ്യങ്ങൾ കൃത്യമായി പഠിക്കുക. ശേഷം നമ്മൾ അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ നമ്മുടെ ആദ്യത്തെ പാഠത്തിലെയും അതുപോലെ തന്നെ രണ്ടാമത്തെ ഈ കവിതയിലെയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. മറ്റ് വിഷയങ്ങളിലുള്ള നിങ്ങളുടെ സോഷ്യൽ സയൻസ്, മലയാളം അങ്ങനെയുള്ള മറ്റ് വിഷയങ്ങളിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അടങ്ങുന്ന വീഡിയോകൾ തൊട്ട് മുൻപുകളായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്